ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എവിടെയുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു കൃഷിയുടെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാടായ കായക്കൊടിയാണ്. ഇത് കായക്കൊടി പഞ്ചായത്തിലെ കൃഷി വകുപ്പിൻ്റെ ഭാഗമായിട്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ പദ്ധതി കീഴിൽ ഇവിടെ നിലമൊരുക്കി കൊടുത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ ഒരു 30 ഫാമിലി അവർ തുടങ്ങിയ കൃഷിയാണിത്. വ്യത്യസ്ത തരം കൃഷികൾ തന്നെ ഇവിടെ ഉണ്ട്. ഒരു രാസവളങ്ങളും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ അത്രയും ഗുണമേന്മയോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൃഷിയാണ് ഇവരിവിടെ ചെയ്തു വെച്ചത്. ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അന്യാധീനപ്പെട്ടു പോകുന്നൊരു സംഭവമാണല്ലോ ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയോ കൃഷി നമുക്ക് ഇവിടെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. നാളെയാണ് ഇവരുടെ ഇത്രയും കഷ്ടപ്പാടിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവരുടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ കായക്കൊടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും കൂടി വളരെ പിന്തുണ നൽകിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കൃഷിസ്ഥലം ഒരുക്കാനും ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഈ കൃഷി തുടങ്ങാനും ഉള്ളൊരു പ്രചോദനം ഉണ്ടായത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കൃഷിക്ക് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ചിലരെങ്കിലും ചിലപ്പോൾ ആ പ്രാധാന്യം വിട്ടുകളയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും കൃഷിക്ക് പ്രത്യേകതയുണ്ടെന്നും പ്രസംഗിക്കാനുള്ള കാര്യമല്ല. കൃഷിയുടെ ആനുകൂല്യം നമ്മളെല്ലാവരും കൈപ്പറ്റുന്നവരാണ്. ഭക്ഷണം അത്യാവശ്യമാണ്. ആ ഭക്ഷണമാണ് കൃഷിയിലൂടെ ഉണ്ടാവുന്നത്. ആ കൃഷിയുടെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മൾ എവിടെ വെച്ചൊക്കെയോ കൈവിട്ടു. ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സാമൂഹ്യ പ്രവർത്തകനായ നാരായണ മാഷിനെയും യുവ കർഷകനായ റഹീമിക്കയെയും അതുപോലെ തന്നെ മുതിർന്ന കർഷകനായ ചിന്നേട്ടനെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചിരുന്നു. നമ്മൾ രാവിലെ തന്നെ ഈ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ തണുപ്പും പിന്നെ ചെറുതായിട്ടുള്ള ആ വെയിലും പിന്നെ ഈ പച്ചക്കറിയിലെ കായ്കളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകളാണ് എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. രാവിലെ വന്ന് നനയ്ക്കാനും ഈ പച്ചക്കറികളൊക്കെ പറിക്കാനും എല്ലാ സ്ത്രീകളാണ് മുമ്പിൽ നിൽക്കുന്നത്. അത് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒന്നിനും സമയമില്ല എന്നും പറഞ്ഞ് എല്ലാവരും ഒതുങ്ങിക്കൂടുകയാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വെള്ളം ശേഖരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പച്ചക്കറി നട്ടതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ്. അതിൽ നിന്ന് മോട്ടർ വെച്ച് ഇവിടെ ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം പിടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പോയി നനക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് കരുതുന്നു. പിന്നെ കുട്ടികളൊക്കെ വെള്ളം എടുത്തുകൊണ്ടൊന്ന് നനക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും നമ്മളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇത് ഞങ്ങളുടെ കൃഷിയാണ്, പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോട് പറയുന്നത്. കുഞ്ഞു മക്കളൊക്കെ രാവിലെ തന്നെ വന്ന് കായ്കളൊക്കെ അവരുടെ ഉമ്മമാരും ഉമ്മാമ്മമാരൊക്കെ കയ്യിൽ പറിച്ചു കൊടുക്കുന്നുണ്ട്.